എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖാണ് കേട്ടോ. ഇത് വല്യമ്മ തന്നൊരു ചക്കട കഷ്ണാണേ. പകുതി ഞങ്ങളൊക്കെ തിന്ന് തീർത്തു. ചക്കട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരട്ടണം എന്നൊക്കെ വിചാരിച്ചതാണ് ഞാനും മണിയും മോനും കൂടിയേ. ഒരു നാളികേരത്തിൻ്റെ മുറിയും കൊണ്ട് നടക്കണുണ്ടോ ഒരാൾ. തലേ ദിവസം രാത്രി എടുത്തൊരു വീഡിയോ ആണ്. പിറ്റേ ദിവസം നമുക്ക് കുറച്ച് ബിരിയാണി റൈസും ബീഫ് കറിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്കും കൂടി വാങ്ങിയ ബീഫാണത്. ഇത് ബീഫ് കറിയും ബിരിയാണി റൈസും ഉണ്ടാക്കിയതാണ് കേട്ടോ. മോൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് മാഗി ഉണ്ടാക്കി കൊടുത്താണ്. താഴെ മണിക്കുട്ടി ഉണ്ട്, അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കണ്ടോ നിറയെ മാങ്ങയുണ്ട് കേട്ടോ. അതിന് ശേഷം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ മുകളിലേക്ക്. ഇവർ മണി ഇമ്പ്രൂവ് ഏത് സമയവും താഴെയാണ്, പക്ഷെ പെണ്ണുണ്ണി എപ്പോഴും മുകളിലായിരിക്കും. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവർ മുകളിൽ നിന്ന് താഴത്തേക്ക് വരില്ല കേട്ടോ. വെയിലായി തുടങ്ങിയ ഇവർ താഴത്തുനിന്ന് മുകളിലേക്കും പോവില്ല. പിന്നെ ഇമ്പ്രൂവ് മണിയും റോഡ് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മുകളിൽ പോകും കേട്ടോ. പെണ്ണുണ്ണി മാത്രം താഴത്തേക്ക് വരികയില്ല. നമ്മൾ അത്രയും ക്ഷണിച്ചാൽ മാത്രം താഴെ സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് കിടക്കും. വന്ധീകരണ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷമാണ് അവളിങ്ങനെ ഭയങ്കര സൗന്ദര്യ സംരക്ഷകയായി മാറിയിരിക്കുന്നു കേട്ടോ. പെണ്ണുണ്ണിയുടെ കാര്യമാണ് പറഞ്ഞത്. ഈ മണിക്കുട്ടി കണ്ടില്ലേ, മോനെ പഠിക്കാൻ സമ്മതിക്കാതെ കൊഞ്ചിക്കാൻ വിളിക്കുകയാണ് അവളെ. അതിനുശേഷം പുറത്ത് കിളിപ്പെണ്ണും ചോട്ടും ഉണ്ടല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ പിന്നാലെ ഒപ്പമുണ്ട്, കണ്ടുവോ. കിളിപ്പെണ്ണിന് എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് നല്ല വയ്യ. എന്നാലും കുറേശ്ശെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അവളുടെ കാലിനാ തോന്നുന്നു വയ്യാത്ത്. ചോട്ടുവിന് ഭക്ഷണം വേണ്ട പറഞ്ഞ് പിണങ്ങി പോകുന്നുണ്ട്. ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ഒരാൾ. ഈ മണിപ്പെണ്ണ് ഇങ്ങനെയാണ്, എപ്പോൾ ഭക്ഷണം കൊടുത്താലും കഴിക്കും. ഇനി നമുക്ക് കുറച്ചും കൂടി മാങ്ങ കിട്ടിയിട്ടോ. എനിക്ക് സന്തോഷമായി. ഇവിടെ മോന് ദേഷ്യവും വരുന്നുണ്ട് ഇത് കണ്ടിട്ട്. അതിന് ശേഷം ഉണങ്ങിയ തുണി എടുക്കണതാണ് കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീൻ കേടാണ്. പിന്നെ തിരുമ്പിയത് കുറച്ച് തോരിയിടാനും ഉണ്ടായിരുന്നു, അതും കൂടിയൊക്കെ ചെയ്തു. മാങ്ങ വന്ന് ഒന്നും കൂടി നോക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പ്ലാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവന് സ്നാക്സ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ അനിയനും അനിയത്തിക്കും കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇമ്പ്രൂവിനെ എത്ര നിർബന്ധിച്ചിട്ടും വേണ്ട. മണിക്കുട്ടി പെണ്ണുണ്ണിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവന് സങ്കടമാവുകയാണ്. മണിക്കുട്ടി പിന്നെ എത്ര കൊടുത്താലും കഴിക്കൂ കേട്ടോ. എൻ്റെ 12:30യുടെ മീൻ വണ്ടി വന്നിട്ടുണ്ട്, കണ്ടോ. ഇമ്പുറ്റി നോക്കണ കണ്ടില്ലേ മീൻ വണ്ടി വന്നത്. ബുറ്റിക്ക് മാത്രം അതിൽ മുറുക്ക് കൊടുത്തപ്പോൾ വേണ്ട. അപ്പോൾ തിന്നടാന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. കുഞ്ഞൻ അങ്ങനെയാണ് മോനെ, അവന് സങ്കടമാണ്. ഇത്രയും മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് തൊലി ചെത്തി കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും പിന്നെ 2-3 10 രൂപയുടെ ഐസ്ക്രീമും ഇവിടെ കൊടുന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടിയാണ് ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാട്ടോ. ഇങ്ങനെ തന്നെ ഞാൻ കുറേയൊക്കെ കഴിച്ചു. പിന്നെ അത് ഈ ഡപ്പയിലേക്ക് ആക്കി വെച്ച് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ട് കറണ്ട് തന്നെ ചതിച്ചു. അതുകൊണ്ട് വല്ലാതെ അത് കട്ടിയായില്ല കേട്ടോ. മോൻ അതിൻ്റെ ഇടയിൽ കഴിക്കാൻ കൊടുത്തതാണ്. താഴെ 2 പേര് വന്നിട്ട് കണ്ടോ, അവനെ കഴിക്കാൻ സമ്മതിക്കാതെ ഞങ്ങൾ ആര് കഴിക്കുമ്പോഴും ഇവർ വന്നിട്ട് അവർക്ക് വയറ് നിറയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇതാണ്ടോ ഇങ്ങനെ ആയത്, കട്ടിയില്ലാതെ. എന്നാലും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പെണ്ണുണ്ണി അന്വേഷിക്കാൻ വേണ്ടി ഒരാൾ മോളിൽ പോയിരിക്കുന്നത് കണ്ടോ. ഞാൻ പോയി നോക്കിയപ്പോൾ കണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് മോളിൽ പോയി നോക്കും കേട്ടോ. പിന്നെ 10 രൂപയുടെ ഐസ്ക്രീം ബോളിൽ ഞാൻ അത് മാങ്ങയുടെ പേസ്റ്റ് നിറച്ച് വെച്ചപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായി വന്നു കേട്ടോ. ഏട്ടനും മോനൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ അതിന് ശേഷമുള്ള പണി ഇന്ന് ടാങ്ക് വൃത്തിയാക്കലായിരുന്നു കേട്ടോ. വെള്ളത്തിൽ നിറയെ ചളിയായിരുന്നു. ടാങ്ക് കുറച്ച് പഴക്കമുള്ളത് കൊണ്ട് മോനോട് ഇറങ്ങണ്ടെന്നാണ് ഏട്ടൻ പറയണത്. ഏട്ടൻ ഇറങ്ങിയിട്ട് പിന്നെ ഞാനാണ് വെള്ളം കോരിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയത് കേട്ടോ. മോൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് വെച്ചിട്ട് ബലം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു ടാങ്കിന്. പക്ഷെ അവൻ ഷോ കാണിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവനാണ് കേട്ടോ കഴുകിയത്. ഒരാൾ ഉള്ളിൽ നിന്ന് കോരി കൊടുക്കുമ്പോൾ ഒരാൾ പുറത്ത് വേണേ, അങ്ങനത്തെ ടാങ്കാണ് ഇത്. താങ്ക് യു.